ഹേയ്, അസ്സലാമു അലൈക്കും. എൻ്റെ റബ്ബിലേക്ക് എന്നെ ക്ലോസ് ആവാൻ സഹായിച്ച 5 ടിപ്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എന്തായാലും യൂസ്ഫുൾ ആവും. ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു പോസിറ്റീവ് മൈൻഡാണ് അല്ലേ? സോ അതിനായിട്ട് തന്നെ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാക്ടീസ് ഗ്രേറ്റ്ഫുൾനെസ്. നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകുക. നമുക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റബ്ബിനോട് ശുക്ർ പറയുക. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന ഉടനെ നമ്മൾ അള്ളാഹുവിനെ താങ്ക് ചെയ്യുക. ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, എനിക്ക് അള്ളാഹു ഈ ഒരു ലൈഫ് തന്നല്ലോ, അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ആ ഒരു ദുആ ചൊല്ലി നമ്മൾ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ദിവസത്തിന് പിന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പിന്നെ നമ്മൾക്ക് ഉള്ള കാര്യത്തിലെല്ലാം നമുക്ക് അള്ളാഹു തന്ന എല്ലാ കാര്യത്തിനും നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ പറയുക. നമുക്കുള്ള ആരോഗ്യത്തിനും നമുക്ക് അള്ളാഹു തരുന്ന ഭക്ഷണത്തിനും ഓൾസോ നമ്മൾ മുസ്ലിമായിട്ട് ജനിച്ചതിനും അങ്ങനെയുള്ള ഒരുവിധം കാര്യത്തിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയാൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. സോ ഫസ്റ്റത്തെ ടിപ്പാണ് പ്രാക്ടീസ് ഗ്രേറ്റ്ഫുൾനെസ് എന്നുള്ളത്. ഇത് വളരെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ഓരോ ദിവസവും നമുക്ക് ഓരോ ചാൻസാണ് അള്ളാഹുലേക്ക് ക്ലോസ് ആവാനും നമ്മളുടെ ദീനിനെ കുറിച്ച് പഠിക്കാനുമുള്ള ഓരോ ചാൻസാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒരു ടിപ്പാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. നമ്മുടെ നബിമാരെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ നമ്മൾ കേട്ട് പഠിക്കുന്നത്. നമ്മളങ്ങനെ ചരിത്രങ്ങൾ പഠിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഒരുപാട് അറിയാൻ പറ്റും. ഓൾസോ നമ്മുടെ നബിമാരെക്കുറിച്ചും, അതായത് അവരെങ്ങനെയാണ് ജീവിച്ചത്, അവരെന്തൊക്കെ തരണം ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ, അതേപോലെ നമുക്കും അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ ലൈഫിലും നമുക്ക് ആ ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ നബിമാർ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തൊക്കെ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടോ, ആ കഷ്ടതകൾ അനുഭവിക്കുമ്പോഴും അവർ അള്ളാഹുവിനോട് എങ്ങനെ ആയിരുന്നു, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. സോ ഇതാണ് സെക്കൻഡ് ടിപ്പ്. നമ്മൾ ചരിത്രങ്ങൾ മാക്സിമം നമ്മൾ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്പർ 3, ബി കൺസിസ്റ്റൻറ്റ് ഇൻ സലാ. അതായത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഒരു നിസ്കാരം പോലും വിടാതെ നമ്മൾ നിസ്കരിക്കുക. ഈവൻ നമ്മൾക്ക് നമ്മുടെ നിസ്കാരം എംറ്റി ആണ്, അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഹുഷൂ ഇല്ല, നിസ്കരിച്ചിട്ടും ആ ഒരു സമാധാനം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നിസ്കരിക്കുക. ഈവൻ നമ്മുടെ നിസ്കാരം പെർഫെക്റ്റ് അല്ലെങ്കിലും നമ്മൾ നിസ്കരിക്കുക. അതൊരിക്കലും നമ്മൾ വിടാൻ പറ്റില്ല. കാരണം എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് നിസ്കാരം നമുക്ക് ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് നമ്മുടെ നിസ്കാരം എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് നിസ്കാരത്തിലുള്ള ദുആകളുടെ അർത്ഥങ്ങൾ അറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് നിസ്കാരത്തിലുള്ള ദുആകളുടെ അർത്ഥം അറിയില്ല എന്നാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു പഠിച്ചാൽ മതി. അതിൽ വൃത്തിക്ക് പറഞ്ഞിരുന്നുണ്ട് നിസ്കാരത്തിലുള്ള ദുആകളുടെ അർത്ഥങ്ങളൊക്കെ. നിസ്കാരം എന്ന് പറയുന്നത് നമ്മളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. സോ അതാണ് നമ്മൾ ബേസിക്കായിട്ട് ഫസ്റ്റ് നമ്മൾ സെറ്റാക്കി എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ നിസ്കാരം നമ്മൾ മാക്സിമം ശരിയാക്കാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് അള്ളാഹുവിനോട് ഒരു ക്ലോസ്നെസ് ഫീൽ ചെയ്യും. നമ്പർ 4, ടോക്കിംഗ് ടു അള്ളാഹ് ലൈക്ക് എ ക്ലോസ് ഫ്രണ്ട്. അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുക അതേപോലെ സംസാരിക്കുക. നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ റബ്ബിനോട് പറയുക. നമുക്കുള്ള എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും, അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ പറയുക. ഈവൻ അള്ളാഹുവിന് ഇതൊക്കെ അറിയാമെങ്കിലും നമ്മൾ സംസാരിക്കുക. അങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മളെപ്പോഴും ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവും. നമുക്ക് ശരിക്കും അള്ളാഹുവിൻ്റെ ആ ഒരു പ്രസൻസ് അറിയാൻ പറ്റും. അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഓർക്കണം, ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ പേഴ്സണലി അനുഭവിച്ച കാര്യങ്ങളാണ്. സോ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ക്ലോസ് ആവാൻ പറ്റും. 5ാമത്തെ ടിപ്പാണ് നമ്മൾ നിരന്തരം മരണത്തെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. നമ്മൾ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും പേടിക്കുന്ന തരത്തിലല്ല ആലോചിക്കേണ്ടത്, മറിച്ച് നമ്മൾ ജസ്റ്റ് ആലോചിക്കുക,
വാട്ട് ഇഫ് ഞാനിപ്പോൾ ഇന്നോ നാളെയോ മരിച്ചു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും ചെയ്തിട്ടില്ല എന്നുള്ള തോന്നൽ നമുക്ക് വരും. ലൈക്ക് നമ്മളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നതിലുപരി നമ്മളിങ്ങനെ മരണത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളോട് പറഞ്ഞത് ഇതാണ്: നമ്മുടെ സമയം നമ്മൾക്ക് നഷ്ടപ്പെടുന്നതിന് മുൻപേ നമ്മളത് യൂസ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ആ ഒരു 5 ടിപ്സ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോൻ്റെ ബാക്കിയായിട്ട് ഒരു പാർട്ട് 2 വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. സോ അതും കൂടെ ഒന്ന് കാണുക. ആൻഡ് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എങ്ങനെയുണ്ട് ഈ ഒരു വീഡിയോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അത് അവർക്കും യൂസ്ഫുൾ ആവും. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.